എല്ലാവർക്കും നമസ്കാരമേ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? കേട്ടാൽ തന്നെ നമുക്ക് വായി പൂത്തി കീറും. കണ്ണിമാങ്ങ ഇല്ലേ? നമ്മുടെ വലിയ മാങ്ങയുടെ കുഞ്ഞു മാങ്ങ കണ്ണിമാങ്ങ വെച്ചുള്ള ഒരു അച്ചാറാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അത് സാധാരണ എല്ലാവരും അതിൻ്റെ പരിപ്പോട് കൂടി തന്നെയാണ് അതിൻ്റെ മേളിലത്തെ കറയുള്ള ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇടുന്നത്. ഞാൻ പക്ഷെ അങ്ങനെയല്ല, എനിക്കെല്ലാം വെറൈറ്റിയാണ്. ഞാനത് രണ്ടായിട്ട് കീറി വെച്ച് അത് ഉപ്പും വിനാഗിരി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് തലേദിവസം വെക്കും. തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ അച്ചാർ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ? വീഡിയോ മുഴുവനായിട്ട് കാണണേ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കണ്ണിമാങ്ങ, അത് നിർബന്ധം കേട്ടോ. ആ കണ്ണിമാങ്ങ കീറിയത് നമ്മൾ തലേദിവസം വെച്ചിട്ടുണ്ടല്ലോ. ആ തലേദിവസം വെച്ചിരുന്ന കണ്ണിമാങ്ങ ഇത് കേട്ടോ. ഇനി അത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ അച്ചാറിടുന്ന പരിപാടിയിലോട്ട് കിടക്കാം. ആവശ്യമായിട്ട് നമുക്ക് സാധാരണ എല്ലാവരും നല്ലെണ്ണ ഉപയോഗിക്കുന്നത്. എനിക്ക് കൈ കിട്ടുന്ന എല്ലാ എണ്ണയും ഞാൻ ഉപയോഗിക്കും. അപ്പം എല്ലാ എണ്ണയെന്ന് വെച്ചാൽ കുഴമ്പൊന്നുമില്ല. ഇന്നിപ്പം ഞാൻ സൺഫ്ലവർ ഓയിലിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടത് കടുക്, ഉലുവ, മുളക് പൊടി, കായം, ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വിനാഗിരി, പിന്നെ മഞ്ഞൾപ്പൊടി. ഇത്ര സാധനം എന്തായാലും അച്ചാറിടുമ്പോൾ വേണം. അപ്പം അത്ര സാധനം വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ചോദിച്ചത്, ഞാൻ എണ്ണ കിട്ടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഈ എണ്ണപ്പാത്രം കാണാതിരിക്കും പാത്രം ഒഴിച്ചത്. അപ്പം ചട്ടി ചൂടായി. ഇനിയിപ്പോൾ അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് അപ്പോഴാണ് ഞാൻ കരിയാപ്പിലയുടെ അരി കൊടുത്തത്. ഞാൻ ഓടിപ്പോയി 2 കരിയാപ്പിലത്തണ്ട് പറിച്ച്. ഇതെനിക്ക് പറിച്ച് കഴിഞ്ഞാൽ മണപ്പിച്ച് നോക്കണം, എന്നിട്ട് നല്ല മണമാണ്. അപ്പം എണ്ണ ചൂടായി കഴിയുമ്പോൾ എന്തായാലും എല്ലാവരും ചെയ്യുന്നത് പോലെ കടുകിട്ട് നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കടുക്. അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാവരും സെപ്പറേറ്റാണ് വെക്കുന്നത്. പക്ഷെ ഞാൻ എന്തായാലും ഒന്നിച്ച് ഒരു പാത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ എല്ലാ പാത്രവും കൂടെ കഴുകണം. പാത്രം ഒത്തിരിയാകും. അപ്പോൾ രണ്ടും ഒന്നിച്ച്. പിന്നെ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന് കറിവേപ്പിലയില്ലേ, അതും കൂടി ഇട്ട് അതിൽ പച്ചമണം മാറണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറണം. പച്ചമണം മാറുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. എന്നിട്ട് പിന്നെ ഇത് പച്ചമണം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ടത് നമ്മൾ ആദ്യം പറഞ്ഞ മസാലകൾ ഏതൊക്കെ? മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്ത് പച്ചമണം മാറണം. മൂപ്പിച്ചെടുത്ത അച്ചാറിൻ്റെ ടേസ്റ്റ് പോകും. അത് ലോ ഫ്ലെയിമിലിട്ട് ഇത് കൈകാര്യം ചെയ്യാം. ഈ മസാലയൊക്കെ നമ്മൾ ചൂടാക്കുന്നത് ലോ ഫ്ലെയിമിലിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പം അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പം ഇത്ര സാധനം ഇട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് കഴിഞ്ഞ് പിന്നെ അതിൽ നമ്മൾ തലേദിവസം വെച്ചപ്പം വിനാഗിരിയും ഉപ്പുപൊടിയും കൂടി ചേർത്താണല്ലോ വെച്ചേക്കുന്നത്. എങ്കിലും അച്ചാറിന് നമ്മൾ ഉപ്പിച്ചിരി കൂടുതൽ കൊടുക്കണം. ഇപ്പം ഞാൻ ഇട്ടത് ഉലുവാപ്പൊടിയായിട്ടത്. ഉലുവ നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിക്കുന്ന ഉലുവ പൊടിയായിട്ട് വാങ്ങിച്ചതല്ല. അതുകൊണ്ടാണ് ഇപ്പം ഇട്ടത്. ഇല്ലെങ്കിൽ ഉലുവയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടുകിൻ്റെ കൂടെ തന്നെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇടുന്നത് കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടി എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി കൂടുതലിട്ടാലും ഒരു കുഴപ്പമില്ല. കാരണം എങ്കിലും കായത്തിൻ്റെ ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഇതൊക്കെ ഏതൊക്കെ തരത്തിലുള്ള പൊടികളാണെന്നൊന്നും നമുക്കറിയത്തില്ല. കായത്തിൻ്റെ ബോക്സിൽ ഇട്ട് തന്നേക്കുന്നു. കായത്തിൻ്റെ ചെറിയൊരു സ്മെല്ലും ഉണ്ട്. അത് ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതും ചൂടായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പിടണം. ഇത് വിനാഗിരി ഒഴിക്കുന്നത്, ഇച്ചിരി വിനാഗിരിയും കൂടെ. പിന്നെ പുളി കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിനാഗിരി അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്.
അതുകൊണ്ട് കരിഞ്ഞു പോകുമെന്നുള്ള പേടിയൊന്നും എനിക്കില്ല. ഇപ്പോൾ കാണുമ്പോൾ ഓർക്കും കഥയെല്ലാം പറഞ്ഞിട്ട് അത് കരിച്ച് കളയണമെന്ന്. ഇല്ലേ, കരിച്ച് കളയൊന്നുമില്ല, തീ കുറവാണ്. ആ എണ്ണയ്ക്കകത്ത് കിടന്നതൊന്ന് ചെറുകയൊന്ന് ചൂടായിട്ട് വരുന്നു. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം വേണം നമ്മുടെ ഐറ്റത്തിനെ എടുത്ത് ഇതിലോട്ട് തട്ടാൻ. എന്താ, അതാണ് നമ്മുടെ ഐറ്റം. ആ ഐറ്റം എടുത്ത് ഇതിലോട്ട് തട്ടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച് ആ മസാല എല്ലാം ആ കണ്ണിമാങ്ങായ്ക്കകത്ത് പിടിക്കണം. പിടിച്ച് ചെറിയ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ അത് വെന്ത് പോകും. വെന്ത് പോയാൽ ഇത് ടേസ്റ്റ് ഇല്ല, ചൂട് കൂടിയാൽ ടേസ്റ്റ് ഇല്ല. അപ്പം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഇത് പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങാതെ കഴിക്കാൻ തോന്നും. പക്ഷെങ്കിൽ അത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ ടേസ്റ്റൊന്നും കാണത്തൊന്നുമില്ല. അത് വെച്ച് കുറഞ്ഞ ഒരു 3-4 ദിവസമെങ്കിലും വെച്ച് ഈ മാങ്ങയ്ക്കകത്തോട്ട് ആ പുളിയും ഉപ്പും എരിയും എല്ലാം നല്ലപോലെ പിടിക്കണം. പിടിച്ച് കഴിഞ്ഞ് തന്നെ നല്ല ടേസ്റ്റ്. നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുമ്പോഴേ ഇത് ഉണക്കമീനും ഇച്ചിരി പച്ചത്തൈരും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ്. അപ്പം എന്താ കണ്ടോ, നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.